എന്നിട്ട് ഓംകാരം ജപിക്കണം. ഓംകാരം ജപിക്കുന്നതോടൊപ്പം ശ്വാസം പുറത്തേക്ക് പോകും. വീണ്ടും ഓംകാരം ജപിക്കുന്നതിന് മുമ്പ് ശ്വാസം. गुरुदेवो महेश्वरः गुरु साक्षात् परब्रह्म तस्मै श्री गुरवे नमः। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतो वन्दे भगवन्तो पुनः पुनः। गजाननं भूतगणादिसेवितं कवित्तजम्बूफलसारभक्षितं उमासुतं शोकविनाशकारकं नमामि विघ्नेश्वरपादपङ्कजं। सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। ഒരു രണ്ടുപേരി രാമനാമം ജപിച്ചിട്ട് തുടങ്ങാം. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു, പക്ഷേ സാധിച്ചു. രാമ 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 ജയ രാമ രാമ പാഹി മാം രാമ 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 ജയ രാമ രാമ പാഹി മാം. രാമായണം ചിന്തിക്കുമ്പോൾ വാൽമീകി മഹർഷി മനസ്സിൽ സ്മരിക്കണം. പിന്നെ ഒരാളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്, അത് ഹനുമാനാണ്. രാമനാമം ജപിക്കുന്നിടത്ത് ഹനുമാൻ കൂടെ ഉണ്ടാവുന്നവർ കേൾക്കാനായിട്ട് അദ്ദേഹം ഉണ്ടാവുന്നു. അതുകൊണ്ട് സന്ധ്യ സമയത്ത് കുറച്ചു നേരം രാമായണം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, അതായത് രാവിലെ മുതൽ രാത്രി വരെയുള്ള അല്ലെങ്കിൽ വെളുപ്പാങ്കാലം വരെയുള്ള രാമായണ പാരായണങ്ങളുണ്ട്, അവർ പോലും സന്ധ്യാസമയത്ത് അല്പസമയം രാമായണം നിർത്തിവെക്കും. കാരണം ഹനുമാന്റെ സന്ധ്യാവന്ദനത്തിന് മുടക്കം വരരുതെന്ന് വെച്ചാൽ രാമനാമം ജപിച്ചുകൊണ്ടേ ഇരുന്നാൽ അദ്ദേഹം എണീറ്റ് പോയില്ല. അപ്പം അതുകൊണ്ട് ആ സമയത്ത് സന്ധ്യാവന്ദനം ചെയ്യേണ്ടതുള്ളത് കൊണ്ട് അല്പനേരം നിർത്തിയിട്ടാണ് ജപിക്കുക എന്ന് പറയും. അപ്പോൾ ഹനുമാനെ കൂടെ പ്രാർത്ഥിച്ചുകൊള്ളുക, അദ്ദേഹം കൂടെ ഉണ്ടാവും. രാമനാമം ജപിക്കുന്നിടത്ത് അല്ലെങ്കിൽ രാമായണത്തെ കുറിച്ച് പറയുന്നിടത്ത്, രാമായണം വായിക്കുന്നിടത്തൊക്കെ ഹനുമാന്റെ സാന്നിധ്യം ഉണ്ടാവുമെന്ന് പറയാം. ശരി, ഇന്നലെ നമ്മൾ രാമന്റെ ജനനം വരെയാണ്, ബാലകാണ്ഡത്തിലെ രാമന്റെ ജനനം വരെയാണ് പറഞ്ഞു നിർത്തിയത്. ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, ഇങ്ങനെ 4 പേരാണെന്ന് പറഞ്ഞു. ചെറിയ കാലത്ത് തന്നെ അവരുടെ കളികളൊക്കെ കണ്ട് രാജാവ് വളരെ ആനന്ദത്തിലായിരുന്നു. കാരണം കുട്ടികളില്ലാത്തതിൻ്റെ ദുഃഖിച്ചിരുന്ന ഒരു വീട്ടിലേക്ക് 4 കുട്ടികൾ ഒന്നിച്ചു വരുമ്പോഴുള്ള സന്തോഷം ചെറുതല്ല. ഇവരത്ര നിസ്സാരക്കാരുമല്ല. ഇവർ വളരെ കുട്ടിത്തം വളരെ കാര്യമായിട്ട് ചെറിയ കാലത്ത് തന്നെ ഉണ്ടായിരുന്നുണ്ട്. രാജാവിനും പരിവാരങ്ങൾക്കും രാജ്ഞിമാർക്കും രാജ്യത്തുള്ള എല്ലാവർക്കും ആനന്ദം ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു അവർ വളർന്നുകൊണ്ട്. എല്ലാവരോടും വളരെ സ്നേഹമായിരുന്നു. എല്ലാ ദിവസവും മാതാപിതാക്കളെ പാദനമസ്കാരം ചെയ്യുക എന്നുള്ള ഒരു ആചരണം അവർ തുടർന്നു വന്നിരുന്നു എന്ന് രാമായണത്തിൽ പറയുന്നു. ഗുരുക്കന്മാരെ പൂജിച്ചിരുന്നു. വസിഷ്ഠൻ തുടങ്ങിയ ഗുരുക്കന്മാരെ പൂജിച്ചിരുന്നു. യഥാസമയത്ത് വിദ്യ അഭ്യസിക്കാനായിട്ട് അവർ വസിഷ്ഠന്റെ മുന്നിലേക്കാണ് അവരെ വിട്ടത്. വസിഷ്ഠനാണ് അവർക്ക് കുലഗുരു. അതുകൊണ്ട് വസിഷ്ഠനാണ് അവർക്ക് വേണ്ടുന്ന വിദ്യ അഭ്യസിച്ചിരുന്നത്. പഴയ കാലത്ത് അറിയാമല്ലോ, വിദ്യ അഭ്യസിക്കുന്നത് ഏത് സമയത്താണെന്ന് അറിയോ? തുടങ്ങുന്നത് അല്ല, ഏത് പ്രായത്തിലാണ്, ഏത് കാലത്താണെന്ന് കേട്ടിട്ടുണ്ടോ? നമ്മളിപ്പോ 5 വയസ്സാണല്ലേ? 12 വയസ്സാണ്. ഇപ്പൊ 5 വയസ്സല്ല, ഇപ്പൊ 2 വയസ്സ് 2.5 വയസ്സാകുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പഠിപ്പിക്കും. ഒന്നും ഇല്ലെങ്കിൽ അംഗനവാടിയെങ്കിലും പറഞ്ഞു വിട്ടിട്ട് ജോലി ഒഴിവാക്കുക, ഇല്ലെങ്കിൽ അവിടെ പോയിട്ട് പഠിക്കുന്നത്. പഴയ കാലത്ത് 7ാമത്തെ വയസ്സിലാണ് അതിനൊരു പ്രത്യേകമായിട്ട് ഒരു ക്രിയയായിട്ട് ഗായത്രി ഉപദേശിക്കും. ആ സമയത്ത് അത് ആചാര്യനോ അച്ഛനോ ആണ് ഗായത്രി ഉപദേശിക്കുന്നത്. ചടങ്ങിനൊരു പേരുണ്ടറിയോ?
അറിയോ? സ്നാനം ചെയ്യുമ്പോൾ അല്ല, ഗായത്രി ഉപദേശിക്കുന്ന ആ ചടങ്ങിനൊരു പേരുണ്ട്, ആർക്കെങ്കിലും അറിയാവോ? ഉപനയനം. ഉപനയന സംസ്കാരം. ഭാരതത്തില് ഈ സംസ്കാരം വളരെ കാര്യമായി നടന്നിരുന്നു എന്നുള്ളതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ പുരാണങ്ങളിൽ കാണാനുണ്ട്. ഒരു മനുഷ്യൻ ജനിക്കുന്നതല്ല, ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി വരെയുള്ള 16 കർമ്മങ്ങളുണ്ട്. അതിന് ഷോഡശ സംസ്കാരങ്ങളെന്ന് പറയും. അതിൽ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഉപനയനം. ഇപ്പം നമുക്കതൊക്കെ കുറേശ്ശെ നഷ്ടപ്പെട്ടു പോയി. ആകപ്പാടെ കല്യാണമുണ്ട്, പേരിടിയിലുണ്ട്, ചോറൂണുണ്ട്, ഇതൊക്കെയുള്ളൂ. ബാക്കിയൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിന് ചടങ്ങുകൾ, ഇതിനെല്ലാം അഗ്നിയാണ് സാക്ഷി, ഇങ്ങനെയൊക്കെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട്. നമുക്ക് ഷോഡശകർമ്മങ്ങൾ പിന്നീട് ഒരിക്കലും ഒരു വിഷയമായിട്ടില്ല. അപ്പം അതിൽ പ്രധാനപ്പെട്ട ചടങ്ങാണ് ഉപനയനം. ഉപനയനത്തിൽ ദ്വിജൻ രണ്ടാമതൊരു ജന്മം അവിടെ തുടങ്ങുന്നു. പൂണുനൂല് ഉപയോഗിച്ച് അദ്ദേഹം അന്ന് മുതൽ വേദാധ്യയനം ചെയ്യുന്നു, ഒരടയാളമായിട്ട് പൂണുനൂല് ഉപയോഗിക്കുന്നു. അപ്പോൾ വേദാധ്യയനത്തിന് തുടങ്ങുന്നതിനുള്ള ഗായത്രി എന്ന അവകാശം ഈ പൂണുനൂല് ധാരണത്തോടു കൂടി ഉപനയന ദിവസമാണ് കൊടുക്കുന്നത്. അങ്ങനെ യഥാവിധി ഉപനയന സംസ്കാരം ചെയ്ത് വസിഷ്ഠനും ദശരഥനോട് ചേർന്ന് ഉപനയന സംസ്കാരം ചെയ്ത് അവരെ വിദ്യ അഭ്യസിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ അവർ വിദ്യ അഭ്യസിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ. ഈ അന്നത്തെ രീതിയിൽ 64 ശാസ്ത്രങ്ങളുണ്ട്, കലകളുണ്ട്, ഇതൊക്കെ അവർ പഠിക്കുന്നു. അതുകൂടാതെ ആയോധന വിദ്യയിലും മികച്ച രീതിയിൽ അവർ ശോഭിക്കുന്നുണ്ട്. എല്ലാ തരത്തിലുള്ളത് ഒരു രാജ്യത്തിലെ രാജാവിന് വേണ്ടുന്ന വിവിധ ആയോധന മുറകളുണ്ട്, അതൊക്കെ അവർ നന്നായിട്ട് പഠിക്കുന്നു, വളരെ പെട്ടെന്ന് പഠിക്കുന്നു. ദിവ്യാസ്ത്രങ്ങളൊക്കെ അവർ സ്വായത്തമാക്കുന്നുണ്ട്. ഇങ്ങനെ 16 വയസ്സ് വരെയാണ് അവർ പഠിക്കുക. 16ാമത്തെ വയസ്സോടുകൂടി അവരുടെ അധ്യയനം എല്ലാം പൂർത്തിയായി രാജാവിനെ സഹായിക്കുവാനായിട്ട് ചെയ്തതായിട്ടാണ്. അവിടെ ആ സമയത്തും രാമൻ ലക്ഷ്മണനോടൊപ്പവും ഭരതൻ ശത്രുഘ്നോടൊപ്പവും ഇവർ ഒന്നിച്ചു തന്നെയാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ശ്രീരാമൻ ലക്ഷ്മണനെ പാൽക്കഞ്ഞിയൊക്കെ കുടിപ്പിച്ച് ഉറക്കിയതിന് ശേഷമേ ശ്രീരാമൻ ഉറങ്ങാറുള്ളൂ. ലക്ഷ്മണനോടുള്ള വാത്സല്യം. അതേപോലെ തന്നെ ജ്യേഷ്ഠന്റെ കാര്യങ്ങൾക്കെല്ലാം കൂടെ പിറക്കെ തന്നെ ലക്ഷ്മണനും. ഇതേപോലെ തന്നെ ഭരതനും ശത്രുഘ്നും ശ്രീരാമനോട് ചേർന്ന് നടക്കുന്നതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ രാജ്യകാര്യങ്ങളിലൊക്കെ ഈ തിരിച്ചു വന്നതിന് ശേഷം ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലായിടത്തും നാട്ടുകൂട്ടങ്ങളൊക്കെ വിളിച്ചു കൂട്ടി അവർക്കുള്ള ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് രാജാവിനെ പോയി ധരിപ്പിക്കുന്നു, അല്ലെങ്കിൽ മന്ത്രി ഇവരുടെ സഭയിൽ പോയി ധരിപ്പിച്ച് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നു. അങ്ങനെ ദശരഥന് അവർക്ക് പ്രജകൾക്ക് വളരെ കാര്യമാണ്, സ്വീകാര്യനാണ്. അതിനേക്കാളും സ്നേഹവാത്സല്യങ്ങൾ ജനങ്ങൾക്ക് രാമനോടുണ്ടായിരുന്നു. രാമന്റെ കാര്യം അവരുടെ സ്വന്തം കാര്യമാണ്, വീട്ടിലെ മകനെ പോലെ ഓരോ പ്രജകൾക്കും തോന്നി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം അത്ര കാര്യമായി അവർ വളർന്നു വരികയാണ്. 16ാമത്തെ വയസ്സിലാണ് പണ്ട് ഒരു പുത്രൻ, അദ്ദേഹം വിവാഹത്തിന് അനുയോജ്യമാകുന്നതായിരുന്നു പുരാണങ്ങളിൽ പറയും. ഇപ്പോൾ ദശരഥന്റെ മനസ്സിൽ ആ ചിന്ത വന്നു, നല്ല യുക്തയായ ഒരു വധുവിനെ കണ്ടുപിടിക്കണമെന്നുള്ള ചിന്ത മനസ്സിലൊക്കെ വന്നു. ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജകൊട്ടാരത്തിലേക്ക് ഒരു അതിഥി വന്നെത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് വിശ്വാമിത്രൻ എന്നാണ്. അദ്ദേഹം രാജകൊട്ടാരത്തിലേക്ക് വന്നു, ഭടന്മാരോട് പറഞ്ഞു, ഞാൻ വിശ്വാമിത്രനാണ്. വിശ്വാമിത്രനെ കേട്ടപ്പോഴേ ഭടന്മാർക്ക് അറിയാം, കാരണം അദ്ദേഹം പ്രസിദ്ധനാണ്. അപ്പം അദ്ദേഹത്തെ അകത്തേക്ക് കൊണ്ടുവന്നു. രാജാവ് അർഘ്യപാദാദികളൊക്കെ ചെയ്തു, ഇരിക്കുവാനായിട്ട് ആസനം കൊടുത്തു, ഇരുത്തി കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി. വസിഷ്ഠനെ വരുത്തി, കാരണം അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് വിശ്വാമിത്രനാണ്. അപ്പോൾ വസിഷ്ഠനെയൊക്കെ വരുത്തി അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, അങ്ങയുടെ ആഗമനം വളരെ സന്തോഷമാണ്, എനിക്ക് വലിയ ഭാഗ്യമാണ്, നമ്മുടെ രാജ്യത്തിന് ഇതിൽ വലിയൊരു കാര്യം വരാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് അങ്ങക്ക് എന്താണ് ഞാൻ തരേണ്ടത്? എന്ത് തന്നെ ചോദിച്ചാലും, ഞാനും എൻ്റെ രാജ്യവും എൻ്റെ സൈന്യവും അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും എല്ലാം അങ്ങക്ക് അനുവദനീയമാണ്, എന്തും ചോദിക്കാം. വിശ്വാമിത്രൻ വളരെ സന്തുഷ്ടനായി. അങ്ങ് ഇക്ഷ്വാകു വംശത്തിലെ പ്രബലനായ രാജാവാണ്, അങ്ങയുടെ വാക്കുകൾ കൊണ്ട് തന്നെ അങ്ങയുടെ കാര്യം മനസ്സിലാകുന്നുണ്ട്, ഞാൻ അങ്ങയോടൊരു കാര്യം ഉറപ്പിക്കാൻ തന്നെയാണ് വന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ലോകഹിതത്തിനായിട്ട് വിശ്വാമിത്രൻ ഒരു യാഗം നടത്തുന്നുണ്ട്. ആ യാഗം അദ്ദേഹത്തിന് മുഴിപ്പിക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല, കാരണം രാക്ഷസന്മാരുടെ ശക്തമായ ശല്യങ്ങൾ. ഇദ്ദേഹത്തിന് കഴിവില്ലാഞ്ഞിട്ടല്ല, ഇദ്ദേഹം ആയോധന വിദ്യയിൽ വളരെ അഗ്രഗണ്യനാണ്. പക്ഷേ യാഗം ദീക്ഷിച്ചതുകൊണ്ട് ആരോടും ദേഷ്യപ്പെടാൻ പാടില്ല, ആരെയും ഉപദ്രവിക്കാൻ പാടില്ല, ശാപം പോലും പറ്റത്തില്ല, യാഗം മുടങ്ങും. അപ്പം അതുകൊണ്ട് തൽക്കാലം ഇവിടെ വന്നിരിക്കുകയാണ്.
ആ രാക്ഷസന്മാരെ കുറിച്ച് പറയുന്നത് മാരീചനും സുബാഹു എന്നും പറയുന്ന രാക്ഷസന്മാരാണ് ഇവർക്ക് ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ ഈ യാഗം നടക്കുന്ന സമയത്ത് ആ യജ്ഞകുണ്ഡത്തിലേക്ക് മാംസവും രക്തവും ഒക്കെ ഇവർ കൊണ്ടുപോയി, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അതിനെ പങ്കിലമാക്കും, പാപത്തോടു കൂടിയതാക്കി തീർക്കുക. ഇങ്ങനെയൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ. അപ്പോൾ മുനികുമാരന്മാരാണ് അവിടെ ഉള്ളത്, അവർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് സഹായം അഭ്യർത്ഥിച്ചാണ്. അപ്പോൾ ദശരഥൻ പറഞ്ഞു, അതിനെന്താണ്, ഞാൻ ദേവന്മാരോട് കൂടെ അസുരന്മാരുടെ അടുത്ത് യുദ്ധത്തിന് പോയിട്ടുള്ള ആളാണ്, എനിക്ക് ഈ വിഷയങ്ങളിലൊക്കെ നല്ല ഗ്രാഹ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനും എൻ്റെ സൈന്യവും കൂടെ വന്നിട്ട് ഈ രാക്ഷസന്മാരെ എല്ലാവരെയും ഇല്ലാതാക്കിക്കൊള്ളാം എന്നൊക്കെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ ദശരഥനോട് പറയുന്നു, എനിക്ക് സൈന്യവും ഒന്നും വേണ്ട, അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. മാരീചൻ സുബാഹു തുടങ്ങിയവരെ ഇല്ലാതാക്കണമെങ്കിൽ ശ്രീരാമൻ തന്നെയാണ് വേണ്ടത്. അപ്പോൾ രാമനെ എൻ്റെ കൂടെ അയക്കണം എന്നാണ് കേട്ടപ്പോൾ പെട്ടെന്ന് ദശരഥൻ ബോധം കെട്ട് വീണെന്നാണ് പറയുക. കാരണം ദശരഥന് രാമനോടുള്ള സ്നേഹം അത്ര വലുതാണ്, ഒരു നിമിഷം കാണാതിരിക്കാൻ പറ്റില്ല, അത്ര സ്നേഹമാണ്. അതിൻ്റെ കൂടെ രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യാനാണ് രാമനെ വിളിക്കുന്നത്. അപ്പം ഈ രാവണൻ തുടങ്ങിയ രാക്ഷസന്മാരെ കുറിച്ച് ദശരഥന് നന്നായിട്ട് അറിയാം. അപ്പം ഇവരുടെയൊക്കെ ഘോരമായ മായാവിദ്യകൾക്ക് മുമ്പിൽ രാമൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, രാമനെ എന്തെങ്കിലും അപകടം പറ്റിയാലോ എന്നുള്ള പേടി കൊണ്ടാണ് അത്. അപ്പോൾ ബോധമൊക്കെ ഒന്ന് സ്വസ്ഥമായി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അങ്ങ് ഇത്ര വലിയ കാര്യമാണ് പറയുന്നത്, എനിക്ക് രാമനെ പിരിഞ്ഞിരിക്കാൻ തീരെ കഴിയില്ല, പകരം ഞാൻ വരാം, എൻ്റെ സൈന്യം മുഴുവൻ വരാം, അങ്ങ് ഇത് മാത്രം എന്നോട് ചോദിക്കരുത്, കാരണം രാമനെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് കഴിയില്ല. 16 വയസ്സ് കഴിഞ്ഞ് വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കി വന്ന ചെറുബാലനാണ്, അതിനെക്കൊണ്ട് അങ്ങനെയുള്ള ഒരു കുട്ടിയെ കൊണ്ട് ഈ മഹാരാക്ഷസന്മാരെ ഒന്നും കൊല്ലാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു, അങ്ങ് എന്നോട് സത്യം ചെയ്തതാണ്, എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ തരാമെന്ന് സത്യം ചെയ്തതാണ്. അപ്പോൾ സത്യലംഘനം ചെയ്യുന്നത് ഒരു രാജാവിന് ചേർന്നല്ല, പ്രത്യേകിച്ച് അങ്ങയ്ക്ക്, മനുവിൻ്റെ വംശത്തിൽപ്പെട്ട അങ്ങയ്ക്ക് ഒട്ടും ചേർന്നല്ല. അപ്പം അതുകൊണ്ട് എനിക്ക് അതിർത്തി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അല്പം ഈർഷ്യയോടെ നിൽക്കാനുണ്ട്. ഈ സമയത്ത് വസിഷ്ഠൻ ദശരഥനെ സമീപിച്ചിട്ട് പറഞ്ഞു, അങ്ങ് ഇത്ര ചാബല്യത്തോടെ സംസാരിക്കരുത്, സത്യലംഘനം ഒരു രാജാവിന് ചേർന്നതല്ല, ജന്മത്തിന് തന്നെ കളങ്കം ഉണ്ടാവും, രാജവംശത്തിന് തന്നെ കളങ്കം ഉണ്ടാവും, വിശ്വാമിത്രനെ പിണക്കുന്നത് നല്ലതല്ല. അപ്പം അതുകൊണ്ട് രാമനെ വിട്ടോളൂ, രാമനൊരു ആപത്തും വരില്ല, അദ്ദേഹം സംരക്ഷിച്ചോളൂ, വിശ്വാമിത്രനെ കുറിച്ച് നമുക്ക് അറിയുന്നതല്ലേ. ഇത് കേട്ടപ്പോൾ പെട്ടെന്നുണ്ടായ പുത്രവാത്സല്യം കൊണ്ടുണ്ടായ വിഷമങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് രാമനെ കൂടെ അയക്കാമെന്ന് സമ്മതിക്കാം. എന്നിട്ട് പറഞ്ഞു, രാമൻ ലക്ഷ്മണനില്ലാതെ എവിടെയും പോകാറില്ല, അതുകൊണ്ട് ലക്ഷ്മണനെ കൂടെ അയക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സമ്മതിച്ചു. രാമനെ വിളിച്ചു. രാമൻ വന്നതിനെ വിശ്വാമിത്രൻ്റെയും വസിഷ്ഠൻ്റെയും കാൽക്കലൊക്കെ നമസ്കരിക്കുന്നു. രാജാവ് പറയുന്നു, ഇതേപോലെ വിശ്വാമിത്രനെ യാഗരക്ഷ ചെയ്യാൻ കുമാരന്മാരുടെ ആവശ്യമുണ്ട്, വേണ്ടുന്നത് വിശ്വാമിത്രനെ എന്നെ പോലെ, അച്ഛനെ പോലെ കണ്ടിട്ട് എന്താണോ അദ്ദേഹം പറയുന്നത് അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ പോയാലും ശരിയെന്ന് സമ്മതിച്ച് കുമാരന്മാർ അപ്പോഴും തന്നെ തയ്യാറാവുന്നു. സന്തോഷത്തോടെ വിശ്വാമിത്രൻ ഇവരുമായിട്ട് യാത്രയാവുന്നു. അങ്ങനെ രാജ്യവാസികളൊക്കെ ഇവരുടെ യാത്ര നോക്കി നിൽക്കുന്നുണ്ട്. ഒരു യാഗാഗ്നി പോലെ തേജസ്സിൽ മുന്നേ പോവുകയാണ് വിശ്വാമിത്രൻ. തൊട്ടു പിറകെ രാമലക്ഷ്മണന്മാര് പുകയില്ലാത്ത ദീപം പോലെ, നിറഞ്ഞ ദീപം പോലെ പുറകെ പോകും. അത്ര തേജസ് 3 പേർക്കും. അങ്ങനെ അവർ നടന്നു പോകുന്ന ആ രംഗം രാജ്യവാസികളൊക്കെ കൗതുകത്തോടെ നോക്കി നിൽക്കുന്നു എന്ന് പറയും. അങ്ങനെ അവർ ഏറെ ദൂരം നടന്ന് സരയുവിൻ്റെ തീരത്തെത്തി. അതിൻ്റെ വടക്കേ ഭാഗത്ത്, നമ്മൾ ഇന്നലെ ഏത് ഭാഗമായിരുന്നു പറഞ്ഞു, യജ്ഞശാല കിട്ടിയത് ഏത് ഭാഗത്താണ്? നദിയുടെ വടക്കേ ഭാഗത്ത് യജ്ഞശാല കിട്ടിയത്. അവിടെ കൂടെ നടന്നവർ അതിൻ്റെ തെക്കേ ഭാഗത്തെത്തി. അപ്പോൾ ഇത് ഇങ്ങനെ പറയുന്ന വടക്കും തെക്കും ഒക്കെ പറയുന്നത് വ്യക്തമായി രാമായണത്തിൽ പറയുമ്പോൾ ഭാരതത്തിലെ സരയൂ നദിയുടെ ഭാഗത്ത് അയോധ്യ എവിടെയായിരുന്നു, കോസലം എവിടെയായിരുന്നു എന്നൊക്കെ നമുക്കൊരു ചിത്രമായിട്ട് എടുക്കാൻ പറ്റും ശ്രദ്ധിച്ചാൽ. അപ്പോൾ അവിടുന്ന് വടക്ക് വശത്ത് നിന്ന് തെക്ക് വശം വരെ സഞ്ചരിച്ച് വൈകുന്നേരത്തോടു കൂടി ഒരു വിജനമായ ഒരു നല്ല പുൽപ്രദേശത്തെത്തി. അപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു, നമുക്ക് ഇന്നിവിടെ വിശ്രമിക്കാം, ഇനി കുറച്ച് ദൂരം കൂടെ ഉണ്ട്, പിന്നെ വനങ്ങളൊക്കെയാണ്, അതിന് മുമ്പ് ഇവിടെ വിശ്രമിക്കാം, നാളെ നേരം വെളുത്തിട്ട് നമുക്ക് അക്കരയ്ക്ക് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത്. അങ്ങനെ രാജകൊട്ടാരത്തിൽ മാത്രം കഴിഞ്ഞിരുന്ന ഈ രാജകുമാരന്മാർ അവിടെ ഇലയും പുല്ലും ഒക്കെ വെച്ചിട്ട് ഒരു മെത്ത പോലെ ഉണ്ടാക്കി സുഖമായിട്ട് കിടന്നുറങ്ങി എന്നാണ് പറയാം.
മഹർഷിയോടൊപ്പം കിടന്നുറങ്ങി. ഒന്നാലോചിക്കുക, നമുക്കാണെങ്കിൽ ചിന്തിക്കാൻ കഴിയുമോ? സാമാന്യമായി പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വിശ്വാമിത്രനെ മാത്രം രക്ഷയെ കരുതി അവരവിടെ കിടന്നുറങ്ങി. അപ്പോൾ നേരം വെളുത്തു, അല്ലെങ്കിൽ ഉദയ സമയമായി. ഈ സമയത്ത് വിശ്വാമിത്രൻ ഇവരെ വിളിച്ചുണർത്തുന്നുണ്ട്, രാമനെയും ലക്ഷ്മണനെയും വിളിച്ചുണർത്തുന്നുണ്ട്. സന്ധ്യാവന്ദനത്തിൻ്റെ സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുണർത്തുന്നു. അപ്പോൾ ഓർക്ക് ആ പുരാണത്തിൽ രാമനും ലക്ഷ്മണനും എല്ലാ ദിവസവും സന്ധ്യാവന്ദനം ചെയ്തിരുന്നു. സന്ധ്യാവന്ദനം ഏതൊരു വ്യക്തിയും ചെയ്യേണ്ട കർമ്മമാണ്. ആ സന്ധ്യാവന്ദനത്തിൻ്റെ ഏറ്റവും ലഘുവായ രൂപം ഒരല്പമെങ്കിലും നമുക്ക് ശേഷിച്ചിട്ടുണ്ട്, അതാണ് നിലവിളക്ക്, സന്ധ്യയ്ക്കുള്ള നിലവിളക്ക്. ബാക്കി സന്ധ്യാവന്ദനത്തിൻ്റെ ക്രിയകളൊക്കെ ബ്രാഹ്മണരിൽ മാത്രമായിട്ട് ഒതുങ്ങുകയും പിന്നീട് അവരിലും കുറേശ്ശെ ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ സന്ധ്യാവന്ദനം എന്ന് പറയുന്ന ക്രിയ അത് സ്മരിച്ചുകൊണ്ടും പ്രവൃത്തിയിലും രണ്ട് തരത്തിൽ ചെയ്യാറുണ്ട്. അത് പുരാണങ്ങളിൽ രാമനും ലക്ഷ്മണനും പിന്നീട് ദ്വാപരത്തിലെ കൃഷ്ണനും ബലരാമനും ചെയ്തതായിട്ട് അതിലും പറയുന്നുണ്ട്. അതാണ് സന്ധ്യാവന്ദനത്തെ കുറിച്ച് നമുക്ക് പിന്നീട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ വിശ്വാമിത്രൻ രാമനെയും ലക്ഷ്മണനെയും വിളിച്ചുണർത്തുന്ന കാര്യം നമ്മൾ എവിടെയൊക്കെയോ കേട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആ, നമ്മളുടെ രാവിലത്തെ സുപ്രഭാതത്തിൽ ഈ വിശ്വാമിത്രനാണ് വിളിച്ചുണർത്തുന്നത്. ആ വിശ്വാമിത്രൻ വിളിച്ചുണർത്തുന്ന വരി രാമായണത്തിൽ നിന്നും കടമെടുത്തിട്ടാണ് ഈ വെങ്കിടേശ്വര സുപ്രഭാതത്തിൽ എടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ്: കൗസല്യ സുപ്രജാരാമ. അപ്പോ വിളിക്കുന്നത് രാമനെയാണ്. വെറുതെ നമ്മൾ വിളിക്കുന്ന പോലെ നമ്മളെ വീട്ടിൽ കുട്ടികൾ കിടന്നുറങ്ങുമ്പോൾ ഇനിര സമയം ഇടാന്നൊക്കെ പറഞ്ഞ് തട്ടി ഉണർത്തി ബഹളമൊക്കെ ഉണ്ടാക്കി വിളിക്കാറില്ലേ? അതിന് പകരം വിശ്വാമിത്രൻ വിളിച്ചത് കൗസല്യ സുപ്രജ രാമ. കൗസല്യാപുത്രനായ രാമൻ, സുപ്രജ, വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അത്ര പ്രാധാന്യമുള്ള ആദരവോടുകൂടി കാണുന്ന രാമനെയാണ് വിളിച്ചത്. നേരം വെളുത്തു, സന്ധ്യാവന്ദനത്തിന്റെ സമയമായി. എഴുന്നേറ്റാലും ഉത്തിഷ്ഠ, എഴുന്നേറ്റാലും. പിന്നീട് ഉത്തിഷ്ഠ ഗരുഡധ്വജ എന്നും പറഞ്ഞു പോകുന്നത് വിഷ്ണുവിനെയാണ്. ഗരുഡനെ ധ്വജവാഹനമാക്കിയ ഭഗവാനെ കുറിച്ചാണ്. പക്ഷെ ആദ്യത്തെ വരി രാമായണത്തിൽ നിന്ന് എടുത്താണ്. അപ്പൊ അങ്ങനെയുള്ള ശ്രീരാമനെ വിളിച്ചുണർത്തുന്നതായിട്ട് പറയുന്നു. അത് സന്ദർഭവശാൽ നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ശ്രദ്ധിച്ചാൽ അതിന്റെ കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാൻ പറ്റും.